Hi girls, welcome to our channel. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ക്രയോളോണിന്റെ കുറച്ച് പ്രോഡക്ട്സിനെ പറ്റി സംസാരിക്കാനാണ്. ക്രയോളോൺ എല്ലാം ക്രയോളോൺ ആണ്. ഫൗണ്ടേഷൻ, ഫിക്സിംഗ് സ്പ്രേ, പൗഡർ, അങ്ങനെ നിരവധി ക്രയോളോണിന്റെ പ്രോഡക്ട്സ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് സംസാരിക്കാനാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഈ ഒരു ബ്രാൻഡ് സാധാരണ ആളുകൾക്ക് അത്ര ഫെമിലിയർ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് അല്ല. കൂടുതലും മേക്കപ്പ് ആർട്ടിസ്റ്റുകളാണ് ഈ ഒരു ബ്രാൻഡ് യൂസ് ചെയ്യുന്നത്. ക്രയോളോൺ എന്ന് പറയുന്നത് വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. കൂടുതലും പ്രൊഫഷണൽ മേക്കപ്പ് പ്രോഡക്ട്സ് ആണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കൂടുതലും ഫിലിം ഫീൽഡിലേക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇവരുടെ പ്രോഡക്ട്സ്. എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ക്രയോളോൺ ഒരു വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാ പ്രൊഡക്ട്സിലും ആ ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യും. എല്ലാ പ്ലേസിലുള്ള ആളുകൾക്കും വേണ്ടിയിട്ടുള്ള പ്രോഡക്ട്സ്, അമേരിക്കൻ, ആഫ്രിക്കൻ, ഇന്ത്യൻ സ്കിൻ, അങ്ങനെ ഏത് സ്ഥലത്തുള്ള ആളുകളുടെയും സ്കിൻ ടോൺ അനുസരിച്ചുള്ള പ്രോഡക്ട്സ് ഇവരുടെ കയ്യിലുണ്ട്. നമ്മുടെ സൗത്ത് ഇന്ത്യൻ ക്ലൈമറ്റിന് അനുസരിച്ചുള്ള ഒരു പ്രോഡക്ട്സിന്റെ നിര തന്നെ ക്രയോളോണിനുണ്ട്. ഒരു സൗത്ത് ഇന്ത്യൻ ബ്രൈഡൽ മേക്കപ്പിനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ മാക്, ഹ്യൂഡ, ബോബി ബ്രൗൺ, അങ്ങനെ ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഈ ഏത് ബ്രാൻഡ്സ് യൂസ് ചെയ്തുള്ള മേക്കപ്പ് ആണെങ്കിലും അതിൽ ക്രയോളോണിൻ്റെ എന്തെങ്കിലും ഒന്ന് വരാതെ നമ്മൾക്ക് മേക്കപ്പ് ചെയ്യാനേ പറ്റില്ല. കാരണം ഇവിടുത്തെ ക്ലൈമറ്റിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ക്രയോളോൺ. നമ്മുടെ ഇവിടെ ഭയങ്കര ഹ്യൂമിഡിറ്റിയും ചൂടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ക്രയോളോണിൻ്റെ ചെറിയൊരു ബേസ്, അതായത് ചെറിയൊരു ലെയർ ഫൗണ്ടേഷൻ കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യാൻ, മേക്കപ്പ് നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കുറച്ച് ക്രയോളോൺ പ്രോഡക്ട്സ് ഞാൻ ഇതേ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ക്രയോളോണിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ഇതൊക്കെ ഞാൻ നേരത്തെ തന്നെ വാങ്ങിയതാട്ടോ ക്രയോളോണിൻ്റെ. പിന്നെ ക്രയോളോണിൻ്റെ പ്രോഡക്ട്സ് ഉള്ളത് ഇതുണ്ടോ, aquacolor എന്ന് പറഞ്ഞൊരു ഫേസ് പെയിൻറ്റ് പാലറ്റ് ഉണ്ട്. പിന്നെ ഒരു ഫാഷൻ കളേഴ്സ് ഉള്ള നല്ലൊരു ഐഷാഡോ പാലറ്റ് ഉണ്ട്. ഇതുണ്ടോ, എല്ലാം ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ്. ഇതിൻ്റെ ക്വാളിറ്റി നമുക്ക് മെൻഷൻ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല, അത്ര ക്വാളിറ്റിയാണ് എല്ലാ പ്രോഡക്ട്സിനും. പിന്നെ ഇതേ പ്രൈമർ, പിന്നെ ബ്യൂട്ടി ബ്ലെൻഡർ, ഇതൊരു ഭയങ്കര മാജിക് പ്രോഡക്റ്റ് ആണ് കേട്ടോ. നമുക്ക് എല്ലാത്തിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഇത് നമുക്ക് ക്രയോളോണിൻ്റെ ഈ കൺസീലർ പാലറ്റിനെ പറ്റി തന്നെ സംസാരിക്കാം. ഇത് കണ്ടോ, camouflage ക്രീം എന്നാണ് ഇതിൻ്റെ ഫുൾ പേര്. ഇതിൻ്റെ മറ്റൊരു പേര് നമുക്കറിയാം, camouflage എന്ന് ഒളിച്ചു വെക്കുക, കവർ ചെയ്യുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിൻ്റെ പേര് പോലെ തന്നെ നമ്മൾ ഫേസിൽ എന്ത് മാർക്സ് ഉണ്ടായിക്കോട്ടെ, എന്ത് തന്നെ ആണെങ്കിലും അത് നന്നായി കവർ ചെയ്യും, ഒളിച്ചു വെക്കും, ഹൈഡ് ചെയ്ത് വെക്കും. അത്രയും ഒരു കഴിവുള്ളൊരു പ്രൊഡക്റ്റാണിത്. നമ്മുടെ ബോഡിയിലുള്ള ടാറ്റു തന്നെ ഇത് കവർ ചെയ്ത് കളയും. ടാറ്റു കവറിങ്ങിനായിട്ട് ഏറ്റവും യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റാണിത്. ഒരു പ്രോഡക്റ്റിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഹൈ കവറേജും ലോങ് ലാസ്റ്റിംഗ് പ്രൊഡക്റ്റും ആണെന്നുള്ളതാണ്. വന്നിട്ട് ഇത് ഭയങ്കര ഒപ്പേക്ക് ആൻഡ് തിക്ക് പ്രൊഡക്റ്റ് ആണ്. ഒപ്പേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു ബാരിയർ ആയിട്ട്, ഒരു കവറിങ് ആയിട്ട് ഇത് നിൽക്കും. ഇപ്പം എൻ്റെ ഫേസ് കാണത്തില്ലല്ലോ, അതുപോലെ ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കും. അതായത് ഈ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലുള്ള ഒരു ഇംപെർഫെക്ഷനും നമുക്ക് കാണാൻ സാധിക്കില്ല. അടുത്ത മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ആൻഡ് സ്മഡ്ജ് പ്രൂഫ് പ്രൊഡക്റ്റ് ആണ്. 100% കവറേജ് ആണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. വേറെ ഒരു പ്രോഡക്ട്സിന് ഇതുപോലെ കവറേജ് തരാൻ പറ്റില്ല, അത്ര കവറേജ് ആണിത്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. കണ്ടോ, ഇങ്ങനെയാണ് ഈ പാലറ്റ് വരുന്നത്. 3500 ആണ് ഇതിൻ്റെ വില വരുന്നത്. ഇത് ആക്ച്വലി വന്നിട്ട് ഇതെൻ്റെ സെക്കൻഡ് പാലറ്റ് ആണ്. ഫസ്റ്റ് പാലറ്റ് ഇത് കണ്ടോ, ഇത് ഓൾമോസ്റ്റ് ഞാൻ യൂസ് ചെയ്ത് തീർത്ത പാലറ്റാണ്. ഇതെൻ്റെ സെക്കൻഡ് പാലറ്റ് ആണ്. എന്നിട്ട് 12 ഷെയ്ഡ്സ് ആണ് ഇതിനുള്ളത്. പക്ഷേ ഇങ്ങനെ ഒരു കവറൊക്കെ ഉണ്ട്, അത് മെസ്സ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ റിമൂവ് ചെയ്യാം. അപ്പോൾ ടോട്ടൽ 12 കളേഴ്സ് ആണുള്ളത്. ഇതിൽ ചില കളേഴ്സ് ഇത് കണ്ടോ, ഇത് നമുക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യാം. ഇത് കോണ്ടോറിങ്ങിന് യൂസ് ചെയ്യാം. മറ്റ് ചിലത് ഇത് കണ്ടോ, ഫൗണ്ടേഷനായിട്ട് നമുക്ക് മിക്സ് ചെയ്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. വളരെ അഫോർഡബിൾ ആയിട്ടുള്ളതും എന്നാൽ നല്ല റിസൾട്ട് തരുന്നതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ക്രയോളോണിൻ്റെ. കണ്ടോ, ഇതിൻ്റെ ഷെയ്ഡ്സ് വന്നിട്ട് ഇങ്ങനെയാണ്. 3 കറക്റ്റേഴ്സ് ഉണ്ട്. പിന്നെ ഈ കളേഴ്സൊക്കെ കോണ്ടോറിങ്ങിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ബാക്കിയുള്ളതെല്ലാം ഫൗണ്ടേഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഈ പാലറ്റിൻ്റെ നെയിം വന്നിട്ട് ബ്രൈഡൽ പാലറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. സൗത്ത് ഇന്ത്യൻ സ്കിന്നിനെ പൊതുവേ യൂസ് ചെയ്യുന്ന ഒരു പാലറ്റാണ് ബ്രൈഡൽ പാലറ്റ്. എഴുതിയിട്ടുണ്ട് ഇതിൽ ബ്രൈഡൽ എന്നാണ് ഇതിൻ്റെ പേര്. ഈ പാലറ്റിന് 6 ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. 12 ഷെയ്ഡ്സിലുള്ള പാലറ്റ് ഉണ്ട്. പിന്നെ 24 ഷെയ്ഡ്സ് ഉള്ള പാലറ്റ് ഉണ്ട്. അങ്ങനെ പല വേരിയൻറ്റ് പാലറ്റ് ഉണ്ട്. ഇനി ഈ 12 കളേഴ്സ് ഉള്ള പാലറ്റ് എടുക്കുകയാണെങ്കിൽ തന്നെയുണ്ട് ഒരു 8-10 ടൈപ്പ് പാലറ്റ്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ടോണിന് മാച്ചിങ് ആയിട്ടുള്ള പാലറ്റ് ബ്രൈഡൽ പാലറ്റ് ആണ്. അത് പ്രത്യേകം ശ്രദ്ധിച്ച് വാങ്ങുക.
അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, ഇത് ആക്ച്വലി വന്നിട്ട് കൺസീലർ പാലറ്റ് ആണെന്ന്. ഇതിൻ്റെ ഫൗണ്ടേഷനും അവൈലബിൾ ആണ്, ക്രയോലോണിൻ്റെ ഫൗണ്ടേഷനും അവൈലബിൾ ആണ്. അതും ഇതുപോലെ തന്നെ പല ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ ക്രയോലോണിൻ്റെ ഫൗണ്ടേഷൻ്റെ പേര് സൂപ്ര കളേഴ്സ് എന്നാണ്. ജസ്റ്റ് ഒന്ന് www.krylon.in എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ക്രയോലോണിൻ്റെ സൈറ്റിൽ കയറാൻ പറ്റും. അപ്പോൾ അതിൽ ക്രയോലോണിൻ്റെ എല്ലാ പ്രോഡക്ട്സും നമുക്ക് കാണാൻ പറ്റും. ആക്ച്വലി ഈ ഒരു പാലറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഫൗണ്ടേഷൻ പാലറ്റ് മേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത് ആക്ച്വലി വന്നിട്ട് നല്ല തിക്കായിട്ടുള്ള കൺസീലറാണ്. ഇത് ഓയിലി സ്കിന്നാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ തന്നെ എടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഡ്രൈ സ്കിന്നിനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നന്നായിട്ട് ഈ ബ്ലെൻഡർ, ഈ ഐറ്റം ക്രയോലോണിൻ്റെ തന്നെയാണ്, ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് ഇടാൻ പറ്റും. അതുപോലെ തന്നെ നോർമൽ സ്കിന്നിനാണ് ഇത് യൂസ് ചെയ്യുന്നതെങ്കിൽ, അധികം പാടുകളൊന്നും ഇല്ലാത്ത നല്ലൊരു സ്കിന്നിനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്ത് ഈ പ്രോഡക്റ്റ് ഒന്ന് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് തിന്നാക്കിയതിന് ശേഷം ഒരു ചെറിയ കവറേജ് കൊടുത്താൽ മതിയാവും. അങ്ങനെ ഏത് സ്കിന്നിനും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. എറണാകുളത്ത് ചില ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ്. മിഡാസ്, കൊച്ചി, അതുപോലെ തന്നെ അനീസ് അൻസാര, ലുലുവിലുള്ള അങ്ങനെ ചില ഷോപ്പുകളിലൊക്കെ ഇതിൻ്റെ പാലറ്റും ചെറിയ സിംഗിൾ കളേഴ്സൊക്കെ അവൈലബിൾ ആണ്. കൂടുതലും മേക്കപ്പ് ആർട്ടിസ്റ്റുകളാണ് ഇത് യൂസ് ചെയ്യുന്നത്. കാരണം പ്രൊഫഷണലായിട്ട് മേക്കപ്പിനെ പറ്റി അറിയാവുന്ന ആളുകൾക്ക് ഇതിനെപ്പറ്റി അറിയത്തുള്ളൂ. സാധാരണ ആളുകൾക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് കാണുന്ന സാധാരണ ആളുകൾ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ഫൗണ്ടേഷൻ യൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ ഇത് ഫുൾ പാലറ്റ് മേടിക്കേണ്ട ആവശ്യവും ഇല്ല. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഇത് സിംഗിൾ കളറായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. ഡെർമയുടെ തന്നെ ചെറിയ ചെറിയ ബോട്ടിലിൽ നമുക്ക് മേടിക്കാൻ കിട്ടും. അത് ഈ പറഞ്ഞ ലുലുവിലാണെങ്കിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ചോയ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്രോഡക്റ്റ് വെച്ചിട്ട് ഒരു അടിപൊളി മേക്കപ്പ് ചെയ്താൽ യൂസ് ചെയ്യുന്നത് ക്രയോലോണിൻ്റെ തന്നെ പ്രൈമറാണ്. ക്രയോലോണിൻ്റെ അൾട്രാ അണ്ടർ ബേസ് എന്ന് പറയുന്ന പ്രൈമറാണ്. ഇതിൻ്റെയൊക്കെ റേറ്റും കാര്യങ്ങളും എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ക്രയോലോണിന് 2 ടൈപ്പ് പ്രൈമർ. ഇത് അൾട്രാ അണ്ടർ ബേസ് എന്ന് പറയുന്ന പ്രൈമറാണ്. ഇത് നോർമൽ ടു ഡ്രൈ സ്കിന്നുള്ളതാണ്. ഇത് പെർഫെക്റ്റ് മാറ്റ് എന്ന് പറയുന്ന പ്രൈമറാണ്. ഇത് ശരിക്കും ഓയിലി സ്കിന്നിനുള്ള പ്രൈമറാണ്. നമ്മൾ ഫൗണ്ടേഷൻ എടുക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരു സ്പാച്ചുല വെച്ചെടുക്കുക, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ മെസ്സായി പോകാനും അതുപോലെ ഇതിനകത്ത് ഓരോ ബാക്ടീരിയ ഒക്കെ വളരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ സ്കിൻ ഷെയ്ഡ് വന്നിട്ട് D4/2 ആണ്. ഇതാണ് എൻ്റെ കറക്റ്റ് സ്കിൻ ഷെയ്ഡ്. അപ്പോൾ കുറച്ചായിട്ട് നമ്മൾ സ്പാച്ചുല വെച്ച് എടുക്കുകയാണ്. ഇത്രയും കുറച്ച് അധികമാണ്. ഇത്രയും പോലും ഈ ഫൗണ്ടേഷൻ്റെ ആവശ്യമില്ല, വളരെ കുറച്ച് മതി ഒരു ഫുൾ ഫേസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ഒരു പാലറ്റിലേക്ക് ഈ ഫൗണ്ടേഷൻ എടുത്തു. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി വളരെ ലൈറ്റായിട്ട് വരും. നമുക്ക് അപ്ലൈ ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. ഇനി ഇതിലേക്ക് ഈ മേക്കപ്പ് ബ്ലെൻഡർ യൂസ് ചെയ്ത് നമുക്കിത് കുറച്ചുകൂടെ ഒന്ന് കൺസിസ്റ്റൻസി തിന്നായിട്ട് എടുക്കാം. വളരെ കുറച്ച് മതിയാവും കേട്ടോ, ഒരു 2 ഡ്രോപ്സ് മതിയാവും. ഇത്രയും മതി. കണ്ടോ, ഇങ്ങനെ നമുക്ക് ഇത് ബ്ലെൻഡർ ആഡ് ചെയ്ത് വളരെ തിന്നായിട്ട് എടുക്കാൻ പറ്റും. കണ്ടോ എന്തൊരു കവറേജ് ആണെന്ന് നോക്കി. ഇതാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ കവറേജ് അല്ലേ. വാവ്, സൂപ്പർ കവറേജ് ആണ്. ഇനി നമുക്ക് കണ്ണിന്റെ മേളിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. കണ്ണിന്റെ മേളിൽ കുറച്ച് ഡാർക്ക് സർക്കിളും ഉണ്ട് എനിക്ക്. ശരിക്കും കറക്റ്റർ യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യം തന്നെ ഇല്ല. നല്ല കവറേജ് ഉണ്ട് കേട്ടോ. എന്ത് കവറേജ് ആളേ. അമേസിങ് പ്രോഡക്റ്റാണ്, അമേസിങ് പ്രോഡക്റ്റ്. ഞാൻ ആദ്യമൊക്കെ അക്കാദമി പഠിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞപ്പോൾ ഏതൊരു അക്കാദമി ചെന്ന് കഴിഞ്ഞാലും മിക്കവരും തന്നെ ഈ ഒരു ക്രയോലോണിൻ്റെ ഈ ഒരു പാലറ്റ് വെച്ചിട്ടായിരിക്കും നമ്മളെ മേക്കപ്പ് പഠിപ്പിക്കുക. സമയത്ത് എനിക്ക് ക്രയോലോണിനോട് വലിയ ഇഷ്ടമൊന്നുമില്ലായിരുന്നു, ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നി. പിന്നെ ഞാൻ ഫീൽഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പല ബ്രാൻഡും ഞാൻ മേടിച്ചു, മാക്ക്, ഹ്യൂഡ, ബോബി ബ്രൗൺ, അങ്ങനെ. അവസാനം ഞാൻ പിന്നെയും ക്രയോലോണിലേക്ക് തന്നെ വന്ന് ചാടുമായിരുന്നു. കാരണം അതിൻ്റെ ആ ഒരു ക്വാളിറ്റി അത് ഭയങ്കരമാണ്, അമേസിങ് ആണ്. ഹായ്, അപ്പോൾ നമ്മുടെ ഫുൾ ഫേസ് ഇതാ ക്രയോലോൺ വെച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. വളരെ ലൈറ്റായിട്ടാട്ടോ നമ്മൾ കൊടുത്തത്. എന്നിട്ടും ഫുൾ കവറേജ് ആണ്, നല്ലൊരു ഗ്ലോ ഉണ്ട് ഫേസിൽ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫൗണ്ടേഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ മാർക്ക് ഞാൻ ക്രയോലോണിനെ കൊടുക്കുള്ളൂ. മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 3000 സംതിങ് രൂപയ്ക്ക് ഇത്രയും കളർ ഫൗണ്ടേഷൻ കിട്ടുവാണ്, ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള ഫൗണ്ടേഷൻ കിട്ടുവാണ്. മറ്റേത് ഒരു ബ്രാൻഡഡ് പ്രോഡക്റ്റ് എടുക്കുവാണെങ്കിൽ മാക്ക്, ഹ്യൂഡ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കുവാണെങ്കിൽ ഒരു ഷെയ്ഡിന്
3000 സംതിങ് ആവും. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഷെയ്ഡ്സ് നമുക്ക് 3000 ആ ഒരു റേഞ്ചിൽ നമുക്ക് കിട്ടുവാണ്. അത് വലിയൊരു കാര്യമാണ് അല്ലേ, അത് ഭയങ്കര വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒന്ന് ഫുൾ മേക്കപ്പ് ലുക്ക് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഐബ്രോസ് ഒന്ന് ചെയ്യാനായിട്ട് പാക്കിൻ്റെ ഐബ്രോ പൗഡറാണ്. ഈ ക്രയോണിലെ എല്ലാ പ്രോഡക്റ്റും നമുക്ക് കിട്ടും കേട്ടോ, ഈവൻ ബ്രഷ് വരെ കിട്ടും. ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന് എന്തൊക്കെ വേണോ, മീൻസ് വേറൊരു റേഞ്ചിലുള്ള പ്രോഡക്റ്റ് തന്നെയുണ്ട്. നമുക്ക് പ്രോസ്തെറ്റിക് മേക്കപ്പ് ചെയ്യാനുള്ള ഐറ്റംസ് ഉണ്ട്. അങ്ങനെ എന്ത് തന്നെ ആണെങ്കിലും നമുക്ക് ഫാൻറ്റസി മേക്കപ്പ് ചെയ്യാനുള്ള ഐറ്റംസ് ഉണ്ട്. ഈവൻ ഐലാഷ് വരെ ഉണ്ട്, ഫാൻറ്റസി ടൈപ്പ്. അങ്ങനെ എന്തും ഒരു കുടക്കീഴിൽ എന്ന് പറഞ്ഞ പോലെ നല്ല റേഞ്ച് ഓഫ് പ്രോഡക്റ്റ്സ് ഉണ്ട്. നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രോഡക്ട്സും ക്രയോണിലുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു 10,000 രൂപയുടെ ഒരു പ്രോഡക്റ്റ് നമ്മൾ മേടിക്കുവാണെങ്കിൽ 20,000 രൂപയുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഉണ്ടെന്നാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. ഐബ്രോ പൗഡർ തന്നെയാണെങ്കിലും ക്രയോണിൽ നമുക്ക് മേടിക്കാൻ കിട്ടും. ഇത് ഞാൻ നേരത്തെ പാക്കിൻ്റെ ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഐഷാഡോ ലുക്കിലേക്ക് പോകാം. ഐഷാഡോ നമുക്കൊരു സ്മോക്കി ഐസ് ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഐഷാഡോ നമ്മൾ ചെയ്യുന്നത് ഹ്യൂഡ ബ്യൂട്ടി പാലറ്റിലെ ഐഷാഡോ ആണ്. ഇത് എൻ്റെ ഫേവറേറ്റ് ഐഷാഡോ പാലറ്റ് ആണ് കേട്ടോ. നല്ലൊരു ഐഷാഡോ പാലറ്റ് ആണ്. ഈ പറയുന്ന പോലെ ക്രയോണിൽ ഇതും അവൈലബിൾ ആണ്. ആദ്യമേ ഞാൻ ഇതൊക്കെ വാങ്ങിയത് കൊണ്ടാണ് ഞാൻ ക്രയോണിലേക്ക് പോകാത്തത്. ക്രയോണിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു അടിപൊളി പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫൗണ്ടേഷനാണ്. നമ്മുടെ കൺസീലർ പാലറ്റാണ്. അതെനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞില്ലേ, അതാണ് മെയിൻ മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ കയ്യിൽ എല്ലാം ഉള്ള ഒരു ഐറ്റം ആണ് ആ ഒരു കൺസീലർ പാലറ്റ്. നമ്മളൊരു ലൈറ്റ് ബ്രൗൺ കളർ കൊടുക്കുവാണ്. നമ്മൾ സ്മോക്കേസ് ചെയ്യുമ്പോൾ എപ്പോഴും ലൈറ്റ് ബ്രൗൺ ടു ഡാർക്ക് ആക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഫസ്റ്റിലെ എടുത്ത് ബ്ലാക്ക് ഒന്നും ഇടരുത്. നമ്മൾ ഈ പാലറ്റിൽ തന്നെ ഒരു ലൈറ്റ് കളർ യൂസ് ചെയ്തിട്ട് ഈ ബ്രോയുടെ അടിഭാഗം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. യെസ്, ഇനി അടുത്തൊരു ഡാർക്ക് ബ്രൗൺ വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ലൈറ്റായിട്ടൊരു ബ്ലാക്ക് കളർ കയറ്റി കൊടുക്കുവാണ്. അപ്പം നമ്മുടെ ഈ കണ്ണിൻ്റെ മുകൾ ഭാഗവും അടിഭാഗവും ജസ്റ്റ് ഒന്ന് സ്മോക്ക് ചെയ്തിട്ടുണ്ട്. ഈ അടിഭാഗത്ത് ലൈറ്റായിട്ടൊരു ബ്രൗണും ലൈറ്റായിട്ട് ബ്ലാക്കും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തേ ഉള്ളൂ. ഈ ഐസും കൂടെ നമുക്ക് ഇങ്ങനെ ഒന്ന് ലൈറ്റ് സ്മോക്ക് ഐസ് ചെയ്തെടുക്കാം. നമ്മൾ ഐജെല്ല് വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ഡാർക്ക് സ്മോക്ക് ചെയ്യാം. ഐജെല്ലിനായിട്ട് ഞാൻ മാക്കിൻ്റെ ഐജെല്ലാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഐ ലുക്ക് കംപ്ലീറ്റ് ആയി. ഇനി ഐലാഷ് കൂടി ഒട്ടിച്ചാൽ മതി. അപ്പോൾ എനിക്ക് ഐലാഷ് ഒട്ടിക്കുന്നത് ഭയങ്കര വലിയ ടാസ്ക്കാണ്. ഐലാഷ് ഞാൻ ഒരുവിധം ഒട്ടിച്ചു. ഇനി അടുത്ത് ഒട്ടിക്കാനുള്ള ശ്രമത്തിലാണ്. പാക്കിൻ്റെ ഐലാഷ് ഗ്ലൂ ആണ്, നല്ല ഗ്ലൂ ആട്ടോ. ഈ ക്രയോൺ പോലെ തന്നെ നല്ലൊരു ബ്രാൻഡാണ് പാക്ക്. ഐലാഷ് ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്നിങ്ങനെ ഒന്ന് ഷെയ്ക്ക് ചെയ്യുക. ആ ഗ്ലൂ ഒന്ന് പയ്യെ സെറ്റ് ആയിക്കോട്ടെ, എന്നാലേ അതൊന്ന് ഒട്ടുള്ളൂ. പിന്നെ ഈ ഐലാഷ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വളച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഐ മേക്കപ്പ് ലുക്ക് റെഡി ആയി കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് കോണ്ടോറിംഗ് ആണ്, ഫേസ് കോണ്ടോറിംഗ് ആണ്. കോണ്ടോറിങ്ങിനായിട്ട് ഈ പാലറ്റിൽ 2-3 ഷെയ്ഡ്സ് ഉണ്ട്. DJ2 ഉണ്ട്, D16 എന്ന് പറഞ്ഞ ഷെയ്ഡ്, D742 എന്ന് പറയുന്ന ഷെയ്ഡും ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് ഏത് ഷെയ്ഡാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്യാവുന്നതാണ്. നല്ല ഡിഫൈൻഡ് ആയിട്ടുള്ള കോണ്ടോറിംഗ് വേണമെങ്കിൽ നമുക്ക് ഏറ്റവും ബ്രൈറ്റ് കളർ തന്നെ ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് D16 ഈ കളർ നമുക്ക് ചൂസ് ചെയ്ത് കോണ്ടോർ ചെയ്യാം. ചെയ്തതുപോലെ തന്നെ ആ ഷെയ്ഡ് ഈ പാലറ്റിൽ എടുത്തതിന് ശേഷം ഒന്ന് ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവാണ്. ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. നമ്മളെപ്പോഴും കോണ്ടോർ ചെയ്യുമ്പോൾ അപ്വേർഡ്സ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിത് അടിപൊളിയായിട്ട് കോണ്ടോറിങ് ചെയ്തു. ഇനി നമ്മൾ അടുത്ത ഡെർമയുടെ ഫിക്സിംഗ് പൗഡറാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഫിക്സിംഗ് പൗഡർ, കാമോഫ്ലേജ് സിസ്റ്റം ഫിക്സിംഗ് പൗഡർ, ഇതെല്ലാം ആ ഒരു പ്രോഡക്റ്റ് കാമോഫ്ലേജ് പാലറ്റിൻ്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റാണ് ഫിക്സിംഗ് പൗഡർ. ഫിക്സിംഗ് പൗഡർ ഞാൻ 2 ഷെയ്ഡ്സ് വാങ്ങി. ഇതെൻ്റെ ബ്രൈഡ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ 2 ഷെയ്ഡ്സ് വാങ്ങിയത്.
P4 and P5 ആണ്. ഇപ്പോൾ ഫിക്സിംഗ് പൗഡർ വന്നിട്ട് ഇങ്ങനെ ഒരു പാക്കേജിലാണ് വരുന്നത്. വളരെ വലിയൊരു ബോട്ടിലാണ്. 1200 രൂപയാണ് ഇതിൻ്റെ വില. ഈ ഒരു 1200 റുപ്പീസിന് അടിപൊളി ഫിക്സിംഗ് പൗഡറാണ്. ഞാൻ പറഞ്ഞില്ലേ, ഡെർമയുടെ എല്ലാ പ്രോഡക്ട്സും ആ ഒരു ആക്ച്വൽ പ്രൈസിനെക്കാട്ടിലും ക്വാളിറ്റി ഉണ്ട് എല്ലാ പ്രോഡക്ട്സിനും. സാധാരണ നമ്മളൊരു ഫിക്സിംഗ് പൗഡർ മറ്റേത് ബ്രാൻഡിൻ്റെ എടുത്തോട്ടെ ഇതിൻ്റെ പകുതി വലിപ്പമേ കാണുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചും കാണും, ഇത്രയും ക്വാളിറ്റി ഉണ്ടാവില്ല. പക്ഷെ ഡെർമ അടിപൊളിയാണ് കേട്ടോ. എന്നിട്ട് P5 എന്ന് പറയുന്ന ഷെയ്ഡാണ്. കുറച്ച് ഒരു റോസ് പിങ്ക് ടിൻ്റ് ഉള്ള ഒരു ഷെയ്ഡാണ്. എൻ്റെ സ്കിൻ കളറിന് പറ്റിയതല്ല. നമുക്ക് P4 ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് P4 ആണ്. P4 നല്ല വൈറ്റ് ഷെയ്ഡാണ്. ഇത് ഞാൻ പൊട്ടിച്ചിട്ടില്ല ആക്ച്വലി. ഇത് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. P4ൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഇങ്ങനൊരു ഷെയ്ഡാണ്. ഇത് എൻ്റെ സ്കിന്നിന് അത്യാവശ്യം മാച്ചിങ് ആണെന്ന് തോന്നുന്നു. നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ജസ്റ്റ് ഒന്ന് ബ്രഷിലെടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് തട്ടുക. അപ്പോൾ എക്സസ് പൗഡർ ഉണ്ടെങ്കിൽ അതെല്ലാം പോയിക്കോളും. അപ്പോൾ ഞാൻ ഇവിടെ ഓൾറെഡി ക്രീം കോണ്ടോറിങ് ചെയ്തു. ഇനി അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ എനിക്ക് പൗഡർ കോണ്ടോറിങ് ചെയ്യാം. ഞാനത് സ്കിപ്പ് ചെയ്യുവാണ്. കാരണം നമ്മൾ അത്യാവശ്യം ബ്രൈറ്റ് കളറ് കോണ്ടോർ ക്രീമാണ് യൂസ് ചെയ്തത്. സോ ഇനി അതിൻ്റെ മുകളിൽ പൗഡർ കോണ്ടോറിങ് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ഞാൻ ജസ്റ്റ് എൻ്റെ സ്കിൻ കളർ ഫിക്സിംഗ് പൗഡർ ഇട്ട് ഒന്ന് ഫിക്സ് ചെയ്തത്. ഈ ലിപ് ബാം ഒക്കെ അപ്ലൈ ചെയ്ത് വെച്ചിരിക്കുന്ന ലിപ്സ് ആണ്. ഇത് വന്നിട്ട് ഹ്യൂഡയുടെ ലിപ്സ്റ്റിക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഹ്യൂഡയുടെ ട്രോഫി വൈഫ് എന്ന് പറയുന്ന ലിപ് കളറാണ്. ഇതുണ്ട്, നല്ലൊരു ലിപ് കളറല്ലേ, നൈസ് ആയിട്ടുണ്ടല്ലേ. ഈ അടുത്ത് വന്നിട്ട് ഡെർമയുടെ തന്നെ അടിപൊളി ഫിക്സിംഗ് സ്പ്രേ ആണ്. അടിപൊളി പ്രോഡക്റ്റ് ആണ്. വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു മിസ്റ്റ് ആണ് ഇതിൽ നിന്ന് വരുന്നത്. പല ബ്രാൻഡ്സിൻ്റെ സെറ്റിംഗ് സ്പ്രേ ഞാൻ ട്രൈ ചെയ്ത് നോക്കി. അതിൽ നിന്നല്ല ഇങ്ങനെ കുത്തി അടിക്കുന്ന ഒരു എഫക്റ്റ് ആണ്. പക്ഷേ ഇത് ഭയങ്കര ഒരു സ്മോക്കി എഫക്റ്റ് ആണ്. ഈ ഒരു ഫിക്സിംഗ് സ്പ്രേ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ഏത് ഫിക്സിംഗ് സ്പ്രേ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ഷെയ്ക്ക് ചെയ്യുന്നത് നല്ലതാണ്. കണ്ടോ എത്ര മൈൽഡായിട്ടാണ് അതിൽ നിന്ന് ആ ഡ്രോപ്സ് വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. 150 ml ഈ ബോട്ടിലിന് വന്നിട്ട് വെറും 900 റുപ്പീസാണ് ഇതിന്. ഇൻഡിലൻ ഫിക്സിംഗ് സ്പ്രേ ആട്ടോ, ഒന്നും പറയാനില്ല. നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ്. ഒരു പ്രോഡക്റ്റ് കുറച്ച് ഫാഷൻ കളേഴ്സ് ആണ്. ബ്ലൂ ആൻഡ് ഗ്രീൻ, റെഡ് അങ്ങനത്തെ കളേഴ്സ് ഉള്ള ക്രയോണിൻ്റെ ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണിത്. ഇത് വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു 4000 അറൗണ്ട് ആ ഒരു പ്രൈസ് ആയി ഇതിനെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കറക്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ അടുത്ത് വന്നിട്ട് ക്രയോണിൻ്റെ അക്വാ കളേഴ്സ് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് എൻ്റെ കയ്യിലുണ്ട്. അത്യാവശ്യം നമുക്ക് ബോഡി പെയിൻറ്റിങ്ങും ഫേസ് ആർട്ടൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അഫോർഡബിൾ റേറ്റിൽ മേടിക്കാൻ കിട്ടുന്ന നല്ലൊരു പാലറ്റാണിത്. എല്ലാ കളേഴ്സും ഉണ്ട്. നല്ലൊരു പാലറ്റാണിത്. ഇതിനകത്തൊരു ഗോൾഡൻ ഷെയ്ഡ് ഉണ്ട്, പിന്നെ സിൽവർ കളറുണ്ട്, പിന്നെ വൈറ്റ് കളറുണ്ട്. അങ്ങനെ എല്ലാ കളേഴ്സും നമുക്ക് ഒട്ടുമിക്ക കളേഴ്സ് എല്ലാം ഇതിനകത്ത് അവൈലബിൾ ആണ്. വില വന്നിട്ട് 2000 ആ റേഞ്ചിലാണെന്ന് എനിക്ക് തോന്നുന്നു. കറക്റ്റ് ഓർമ്മയില്ല. കുറേ നാളായി ഞാൻ പർച്ചേസ് ചെയ്തിട്ട്. ഇതിൻ്റെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ക്രയോണിൻ്റെ കാമോഫ്ലേജ് പാലറ്റ് അല്ലെങ്കിൽ കൺസീലർ പാലറ്റ് വാങ്ങുന്നവർ എന്താണേലും വാങ്ങിയിരിക്കേണ്ട ഒരു പ്രോഡക്റ്റാണിത്. ഇത് ഞാൻ കാണിച്ചായിരുന്നു. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 14 ml 900 ആണ് ഇതിൻ്റെ പ്രൈസ്. ഇത് ഞാൻ 2 എണ്ണം വാങ്ങിയിട്ടോ, കാരണം ഇത് നല്ലൊരു പ്രോഡക്റ്റ് ആണ്. എപ്പോഴും വാങ്ങാനും കിട്ടത്തില്ല. പറയാൻ വിട്ടുപോയ നല്ലൊരു പ്രോഡക്റ്റ്. അതുകൊണ്ട് ഇല്ലുമിനേറ്റർ, ഇത് അത്യാവശ്യം ഒരു ഫെയർ ടു മീഡിയം സ്കിന്നിന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഇല്ലുമിനേറ്റർ ആണ്. ഇത് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഗ്ലോ കിട്ടും. നമുക്ക് നല്ലൊരു ഡിവി ലുക്ക് വേണ്ടവർക്ക് അത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇലുമിനേറ്റർ അതുപോലെ തന്നെ ഡസ്കി സ്കിന്നിന് പറ്റിയ ഷെയ്ഡും ഉണ്ട്. ഒരു ബ്രോൺസ് ഷെയ്ഡിൽ നമുക്ക് അവൈലബിൾ ആണ്. എന്താണെങ്കിലും ക്രയോണിൻ്റെ പ്രോഡക്ട്സ് എല്ലാം അടിപൊളിയാട്ടോ, ഒന്നും പറയാനില്ല. അപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ കിറ്റിൽ എപ്പോഴും വേണ്ട ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് ക്രയോൺ എന്ന് പറയുന്നത്. പ്രൈസ് വന്നിട്ട് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. എന്താണേലും ഞാനെല്ലാം സെർച്ച് ചെയ്ത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും. ഒരു ഫിനിഷിംഗ് ഉണ്ടല്ലോ ഈ ഒരു മേക്കപ്പിന്, നല്ലൊരു ഫിനിഷിംഗ് എനിക്ക് ഫീൽ ചെയ്യും. ഞാൻ ഇതിനകത്ത് ഒരു സംഭവം യൂസ് ചെയ്തില്ല കേട്ടോ, കളർ കറക്റ്റേഴ്സ്. ഇത് 3 കളർ കറക്റ്റേഴ്സ് ആണ്. ഇത് നല്ല ഫെയർ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള കളർ കറക്റ്ററാണ്. കളർ കറക്റ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ എന്തെങ്കിലും ഡാർക്ക് സ്പോട്ടോ ഡാർക്ക് സർക്കിൾസോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ ബ്ലാക്ക് കളറിനെ കട്ട് ചെയ്യും ഈ ഓറഞ്ച് കളറ്. അതുപോലെ ഈ ഒരു ഡാർക്ക് ഓറഞ്ച് ഷെയ്ഡ് എന്ന് പറയുന്ന ഒരു മീഡിയം സ്കിൻ ടോണിനുള്ളതാണ്. റെഡ് കറക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഡസ്കി സ്കിന്നിനുള്ളതാണ്.
അപ്പോൾ അങ്ങനെ കളർ കറക്റ്റർ ഞാൻ ഇന്ന് യൂസ് ചെയ്തില്ല. സോ എനിക്ക് വലിയ പ്രശ്നങ്ങളില്ല, ഡാർക്ക് സർക്കിളോ കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ ചിലപ്പോൾ ഒക്കെ യൂസ് ചെയ്യാറുണ്ട്, ഇന്ന് ഞാൻ യൂസ് ചെയ്തില്ല. എനിക്കതിൻ്റെ ഒരു ആവശ്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അല്ലാതെ തന്നെ ഈ ഒരു കൺസീലർ പാലറ്റിന് ഭയങ്കര കവറേജ് ആണല്ലോ. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ടോപ്പിക്ക് എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി കാണുന്നവരെ ബൈ ബൈ.